അല്ലടോ, വയനാട് ദുരന്തം എന്നറിഞ്ഞിട്ട് കുറേ നാളായല്ലോ. ഇപ്പോഴും അടി തന്നെയാണല്ലോ അവിടെ നടക്കുന്നത്. ചൊരണ്ടലും പിടിക്കലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുത്തം വന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ ഇതാ ഇവിടെ വിള്ളലുണ്ട്. അപ്പോഴേ കോന പറയുന്നുണ്ടായിരുന്നത് 16 എണ്ണല്ലടാ നിൻ്റെ വീട്ടിൽ നിന്ന് പോയത്, നിനക്ക് കോടികൾ കിട്ടിയില്ലേ. പിന്നെ വേറൊരുത്തം പറയുന്നത് എന്താ വെച്ചാൽ 16 അല്ല പോകേണ്ടത്, നീ ആയിരുന്നു പോകേണ്ടത്. അപ്പോൾ ചില ആൾക്കാർക്കാണെങ്കിൽ മരിക്കാത്തതിൻ്റെ ടെൻഷൻ. കാരണം എന്താ പറയുക, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 6 ലക്ഷം ഉറുപ്പ്യ വെച്ച് കിട്ടീന് പോലും. അങ്ങനെ മരിക്കാത്തവന് മരിച്ചില്ലല്ലോ എന്നുള്ള ടെൻഷൻ, മരിച്ചവർ പോയല്ലോ എന്നുള്ള ടെൻഷൻ, ചില ആൾക്കാർക്ക് വീട് ചോരുന്നുണ്ട്, വീട്ടിൽ വിള്ളൽ വരുന്നുണ്ട് എന്നുള്ള ടെൻഷൻ. അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനാവിധത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ശ്രുതി എന്ന് പറയുന്ന ഒരു പെണ്ണിന് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സിദ്ദിഖ് വന്നത്. സിദ്ദിഖ് വീട് വെച്ച് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ നടന്നതാണ്. അതുമാത്രമല്ല 15 ലക്ഷം രൂപയും കാര്യങ്ങളൊക്കെ ശ്രുതി വാങ്ങിച്ചു പോയിട്ടുമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ശ്രുതിക്കാണെങ്കിൽ ജോലി കിട്ടിയിട്ടുമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം അവരിൽ ഒറ്റപ്പെട്ടു പോയവരാണ്, അവർക്കൊക്കെ കിട്ടണം എന്നുള്ളൊരു നിലപാടുകാരൻ തന്നെയാണ് ഞാൻ. പക്ഷെ എന്നാലും എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇതൊരു നൗഫലിലും ശ്രുതിയിലും ഒതുങ്ങിപ്പോയോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. അതായത് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി, അതായത് രാഷ്ട്രീയപരമായിട്ട് മാത്രമാണ് ഇപ്പോഴും ഇത് കാണുന്നത്. എല്ലാവരും ഇത് രാഷ്ട്രീയപരമായിട്ട് കാണേണ്ട ഒരു കേസല്ലടോ. കാരണം എന്താ വെച്ചാൽ അവിടെ നിരപരാധിയായ ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് മുന്നിൽ കൊണ്ടുവരണം, അതല്ലേ വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ചാനലിൽ വന്നിട്ട് ഒരുത്തം പളപളാന്ന് പറയുന്നു, അതുപോലെ തന്നെ ഒരാൾക്ക് ജോലി കൊടുക്കുന്നു, അതുമാത്രമല്ല പൈസ കൊടുക്കുന്നു, സഹായങ്ങൾ കൊടുക്കുന്നു, ഇതൊക്കെ വാങ്ങിച്ചോ ഒന്നും വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇതൊക്കെ ബാധിക്കപ്പെട്ട ഒരുപാട് പേരവിടെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ സ്ഥിതി എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. എന്തായിരിക്കും അവരൊക്കെ സ്ഥിതി, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹതാപമുണ്ട്, സഹതാപം ഇല്ലാതൊന്നുമല്ല. പക്ഷെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാവരും ഒരു കാര്യം ചെയ്യുക, ഈ ശ്രുതി ആയാലും അതുപോലെ തന്നെ നൗഫലായാലും അവരൊക്കെ അർഹതപ്പെട്ടവർ തന്നെയാണ്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ കേസാക്കിയിട്ട് ഇപ്പം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ശ്രുതി എന്ന് പറയുന്ന പെണ്ണ് എല്ലാം കൊടുത്തിട്ടുണ്ട്, ജോലി കൊടുത്തിട്ടുണ്ട്. അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു അവസ്ഥയിൽ അവരെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്, ജോലി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും പറയുകയാണ് എനിക്ക് 15 ലക്ഷം വേണ്ട, എനിക്ക് ടൗൺഷിപ്പിലൊരു വീട് തന്നാൽ മതി എന്ന്. അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വീട് കിട്ടാൻ പോകുന്ന ഒരുത്തിന് കുറച്ചും കൂടി ലേറ്റാവും. കാരണം എന്താ, ശ്രുതിക്ക് വേഗം വീട് കൊടുക്കും ചിലപ്പോഴേ. പക്ഷെ അത് ശരിയാണോ നിങ്ങളൊന്ന് പറ. അതായത് വീട് വേണ്ട, എനിക്ക് 15 ലക്ഷം രൂപ മതി എന്ന് പറഞ്ഞ് പോയ ഒരാൾക്ക് വീണ്ടും കൊണ്ടുവന്ന് വീട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ നിലപാടല്ല. അത് കുറച്ച് കഴിയട്ടെ. കാരണം ഗവൺമെൻറ്റിൻ്റെ ആ ഒരു സംഭവമാണ് അതെന്ന് പറയുന്നത്. ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ മാറ്റാനൊന്നും പറ്റില്ല. ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ നിയമം എല്ലാവർക്കും ബാധകമായിരിക്കണം. അല്ലാതെ ഞാൻ അവിടെ പോയി നോക്കട്ടെ, അവിടുന്ന് വീട് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ശരിയേ അല്ല. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരെ എല്ലാവരെയും വിളിച്ചു കൂട്ടുക, അവരോട് പറയാം നിങ്ങളുടെ വീട് ഇതാണ്, നാളെ മുതൽ ഇതിൻ്റെ പണി നടക്കുകയാണ്, നിങ്ങളെല്ലാവരും വന്ന് ഇവിടെ നിൽക്കണം, നിങ്ങളെ വീടാണ്, നിങ്ങളെ വീട് എങ്ങനെ കോൺക്രീറ്റ് ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കണം, എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നവും വരുന്നില്ല. ഇതെന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരുമിച്ച് ഒരുക്കി കൊടുക്കാം എന്ന് കരുതിയിട്ട് നിൽക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതായത് ഓരോ ഓണർമാരെയും വിളിച്ചിട്ട് അവർ നോക്കട്ടെ. ഇപ്പം നമ്മളൊരു വീട് വെക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ മെയിൻ പാർപ്പായെന്ന് നമ്മൾ അവിടെ ഉണ്ടാവില്ലേ, അതിൻ്റെ അകത്ത് സിമെൻറ്റ് കുറയുന്നുണ്ടോ, അല്ലെങ്കിൽ മണൽ കുറയുന്നുണ്ടോ, ഇല്ലെങ്കിൽ ജില്ലി കുറയുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മളവിടെ ഉണ്ടാവില്ലേ. അങ്ങനെ നമ്മൾ നിൽക്കുന്നതുകൊണ്ടല്ലേ നമ്മുടെ വീടൊക്കെ നല്ല ഉറപ്പോടുകൂടിയും വീടോടുകൂടിയും നിൽക്കുന്നത്. അവിടെ ഇതാണോ സ്ഥിതി? അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും കൊടുക്കേണ്ടതല്ലേ. അതുമാത്രമല്ല നമുക്കുള്ള പൈസ നമുക്ക് വരികയും ചെയ്യും. അവിടെ ആർക്കും ആത്മാർത്ഥത ഉണ്ടാവുക? ഒരു മനുഷ്യന്മാർക്കും ആത്മാർത്ഥത ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു ദാനം കൊടുക്കുന്ന പോലെയാണെന്ന് എല്ലാവരും വിചാരം. ഇതൊരു ദാനമൊന്നുമല്ല, ഇതെന്ന് പറയുന്ന അവർക്ക് അവകാശപ്പെട്ട ഒരു സംഭവമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മുടെ സഹോദരങ്ങളെ അവിടെ ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചേർത്ത് നിർത്തിയിട്ടാണ് അവർക്ക് ഈ ഒരു സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെതാണ്, അല്ലെങ്കിൽ ഞാനാണ്, അല്ലെങ്കിൽ ഇത് എൻ്റെ മാത്രമാണ്, ഞങ്ങൾ മാത്രമാണ് ഇത് ചെയ്യുന്നത്, അങ്ങനെ ഒരു തേങ്ങാക്കൊലിയില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. ഇതെന്തോ ഒരു ഔദാര്യം കിട്ടുന്നത് പോലെ ഒരു ഭയങ്കരമായിട്ട്, അയ്യോ ഇതൊരു ഔദാര്യം അവർക്ക് കൊടുക്കുന്നതല്ലേ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ കൊടുക്കാം എന്നുള്ള തരത്തിൽ കുറേ ആൾക്കാർ ചേർന്നിട്ട് ഇത് മൊത്തത്തിൽ ഇപ്പോഴും കൊളാക്കിയെന്നേ ഞാൻ പറയുള്ളൂ. അതിൻ്റെ ഒരു പ്രത്യാഘാതം തന്നെയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഇപ്പം നൗഫൽ എന്ന് പറയുന്നവൻ മന്ത്രി അങ്ങനെ വിളിച്ചത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മന്ത്രിയാണ് അയാൾ. അതുമാത്രവുമല്ല അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഒരു ദുരന്ത സമയത്തൊക്കെ ഉണ്ടായ ഒരു വ്യക്തിയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റ് തന്നെയാണ്. ആ ഒരു സംഭവം പറഞ്ഞു എന്ന് കരുതിയിട്ട് അയാളുടെ മരിച്ചുപോയ എല്ലാവരെയും അപകീർത്തിപ്പെടുത്തുന്നത് അത് വളരെ മോശം തന്നെയാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോഴെല്ലാവരും പറയുന്നത് നൗഫലിന് രാഷ്ട്രീയമുണ്ട്. നൗഫലിൽ നിന്നല്ല, വയനാട്ടിലുള്ള ഓരോ ആൾക്കാർക്കും രാഷ്ട്രീയമുണ്ട്.
പക്ഷെ ഇതുവരെ അവിടെ രാഷ്ട്രീയം നോക്കിയിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നൗഫലിനും വേണമെങ്കിൽ 15 ലക്ഷം കൊടുത്ത് വാങ്ങിച്ചു പോകാമായിരുന്നു. നൗഫലിന് വീട് വെച്ച് കൊടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകും, അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ നൗഫൽ പറഞ്ഞു എനിക്ക് എല്ലാവരുടെ കൂടിയും ഇവിടെ മതി എന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ അകത്ത് ശ്രുതി എന്ന് പറയുന്ന ആ പെൺകുട്ടി എന്താ പറഞ്ഞു, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അവരാരെയോ വിശ്വസിച്ചിട്ട് അവരെങ്ങനെ 15 ലക്ഷം വാങ്ങിച്ചു പോയി. ഇലക്ഷന് മുന്നെയാണ് പറയുന്നത് അവർക്ക് വീട് ഒരുങ്ങിയിട്ടില്ല. ആ 15 ലക്ഷം ഞാൻ തരാൻ തയ്യാറാണ്, എനിക്ക് എങ്ങനെയെങ്കിലും വീട് വേണമെന്ന്. നിങ്ങൾ ആലോചിച്ചോളൂ, അത് ശരിയായ നിലപാടല്ല. അതായത് അങ്ങനെ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് അവിടുന്ന് പോയിട്ട് പടുകുഴിയിൽ ചാടിയവരുണ്ട്. അവരൊക്കെ അങ്ങനെയാണെങ്കിൽ അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരണം, അതല്ലേ വേണ്ടത്. ഇതെന്ന് പറഞ്ഞ് ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടോ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടോ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ പാടില്ല. ഇതിൽ നിയമം എന്താണ്, നിങ്ങൾ എന്താണ് ചെയ്തു കൂട്ടിയത് അതുപോലെ നടക്കണം. ഒരുപാട് പേര് ഇത് ബാധിക്കപ്പെട്ടിട്ടുണ്ട്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് 1-2 ആൾക്കാർക്കോ മാത്രമല്ല, അവിടെ ദുരന്തത്തിൽ ഇരയായ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഒരേപോലെ നിയമമായിരിക്കണം, ഒരേപോലെ സ്ഥലമായിരിക്കണം. അതുപോലെ എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് സ്ഥലവും കാര്യങ്ങളെല്ലാം കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ നമ്മൾ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയം കലക്കി, അല്ലെങ്കിൽ മറ്റുള്ളവനാണ് ഇത്, ഇവനാണിത്, അവൻ തുരങ്കം വെക്കാൻ വന്നവനാണ്, അവൻ്റെ 16 ആളല്ലേ മരിച്ചിട്ടുള്ളൂ, ഇവൻ്റെ കുറച്ചാൾക്കാരും കൂടി പോകണമായിരുന്നു, ഇങ്ങനെ പറഞ്ഞ് പ്രാകുകയല്ല വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട്. ഒരു ദുഃഖം ഒരുത്തൻ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ ആ ദുഃഖം അങ്ങ് പോകും. എന്നാലും മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എല്ലാപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖം. അതിൻ്റെ അകത്തൊരു കമൻറ്റ് ഞാൻ കണ്ടു, അതുകൊണ്ടാണ് പറയാൻ കാരണം. എന്താ വെച്ചാൽ ഇപ്പം അവിടെ മരിച്ചവർക്കൊന്നും മരിച്ചവർ ഓർമ്മ കൂടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തൻ കമൻറ്റ് ചെയ്ത് ഞാൻ കണ്ടു. എപ്പോഴും ഈ ഓർമ്മയും വെച്ച് നമുക്ക് ഇരിക്കാൻ പറ്റൂല. കാരണം എന്താ, ജീവിച്ചിരിക്കുന്ന എങ്ങനെയും മുന്നോട്ട് പോയേ പറ്റൂ. അതുകൊണ്ടാണ് എനിക്ക് നൗഫലിനോടോ അല്ലെങ്കിൽ ശ്രുതിയോടോ അവിടെയുള്ള ഒരാളോട് പോലും എനിക്ക് ദേഷ്യമില്ല. കാരണം എന്താ അറിയുക, അതായത് ഇവരെല്ലാവരും ദുരന്തത്തിന് ഇരയായവർ തന്നെയാണ്. ഞാൻ പിന്നെ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇവർ മാത്രമല്ല കുറേ ആൾക്കാർ വേറെയുമുണ്ട്. അവരെയും കൂടി നല്ല രീതിയിൽ തന്നെ പരിഗണിക്കണം. അല്ലാതെ 2 പേര് വന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്, അവർക്ക് 2 പേർക്കും കൂടുതലായിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ളവർക്കൊന്നും കിട്ടാതെയും പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ വീടിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓരോരോ ആൾക്കാരെ അവരെ അപ്പോൾ തന്നെ ഏൽപ്പിക്കുക. എന്നിട്ട് അവരെ കൊണ്ട് പറയാം, നിങ്ങൾ നാളെ മുതൽ ഇവിടെ നിൽക്കണം, നിങ്ങളുടെ വീടാണിത്, നിങ്ങൾ നിന്നെടുപ്പിക്കണം എന്ന് പറയുകയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ലാഭത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാ. കണ്ണൊന്ന് തെറ്റിയിട്ടുണ്ടെങ്കിലോ സ്വന്തം വീടെടുത്ത ഒരുത്തനോട് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ സ്വന്തം വീടെടുത്തില്ലേ, നിങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടില്ലേ? ഓരോരോ ആൾക്കാർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്. കാരണം എന്താ അറിയുക, നമ്മളെ പറ്റിക്കാനായിട്ട് ചില ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇനി ഇതിൻ്റെ കാര്യം പറയാനില്ലല്ലോ, നമ്മളെ നല്ല രീതിയിൽ പറ്റിക്കുന്ന ആൾക്കാർ തന്നെയാണ് പലരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു ഭയങ്കര സംഭവമാണ് എന്നൊക്കെ വിചാരിച്ചാലും ഇവരൊക്കെ നമ്മൾ എങ്ങനെ പറ്റിക്കണം എന്ന് നോക്കിയിരിക്കുന്ന ടീമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വീടെടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ചില അബദ്ധങ്ങളുണ്ട്. ആ അബദ്ധങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പുകളെല്ലാം അപ്പോൾ കൊടുത്ത് ഒഴിവാക്കുക. എന്നിട്ട് അവരെ വന്ന് നോക്കട്ടെ, ആ വീട്ടിലുള്ള ആണുങ്ങളോ പെണ്ണുങ്ങളോ. ഇന്നിപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു വീട് എടുക്കുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മളവിടെ പോയി നിൽക്കാറുണ്ട്, ആ പണിയൊക്കെ വീക്ഷിക്കാറുണ്ട്. അതേപോലെ അവർ വീക്ഷിക്കട്ടെ വന്നിട്ട്. എന്തിനാണ് അത് വേണ്ടാന്ന് പറയുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മീഷൻ അടിക്കാനും ഇതിനൊക്കെ നിൽക്കും. ഇനി എന്ത് പരിപാടിയായാലും ശരി. അപ്പോൾ ഇങ്ങനെ 100-400 വീടെല്ലാം ഒരുമിച്ച് എടുക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചെണ്ണത്തിന് വെള്ളത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കുറച്ചെണ്ണത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. ഇതിപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ വിണ്ട് കയറലല്ല എന്ന് നമുക്ക് എത്രത്തോളം പറഞ്ഞാലും ഈ ചില പുതിയ വീടൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നല്ലോണം വിണ്ട് കയറുന്നുണ്ട്. കൃത്യമായിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ കാര്യം അതേപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിന് എന്താ പറയേണ്ടത്, ഒരു പരാതി പറയുമ്പോഴേക്ക് നമ്മളങ്ങ് ചാടിക്കടിക്കാൻ പോവുകയല്ല വേണ്ടത്. ഒരു പരാതി പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും മിണ്ടാനുള്ള അവകാശമുണ്ട്. അല്ലാതെ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്തോ സൗജന്യം തരാൻ നമ്മളല്ലാതെ വേറെ ആരുണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം തരാൻ? ഇതെന്തോ ഒരാളത് മാത്രമാണോ? ഒരു ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ അറിയുക, ഇതിൻ്റെ അകത്തുള്ള ചില ആൾക്കാരോടാണ് പറയുന്നത്, ഒരു ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളുടേതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോഴും BJP ഗവൺമെൻറ് എന്നാൽ ഞാൻ അംഗീകരിക്കുന്നില്ല, മോദിനെ അംഗീകരിക്കുന്നില്ല, എന്നിട്ട് നമുക്ക് എവിടേക്കും പോകാൻ പറ്റുമോ? എവിടേക്കും പോകാൻ പറ്റില്ല. നമ്മളിപ്പോൾ പിണറായിൻ്റെ കീഴിലാകുമ്പോൾ നമ്മൾ ആ ഗവൺമെൻറ് നമ്മൾ തന്നെയാണ്. അവിടെ രാഷ്ട്രീയമോ കക്ഷിയോ ഒന്നുമില്ല. അതുപോലെ ഇന്ത്യ ആര് ഭരിക്കുന്ന അവരുടെ കൂടെ ആയിരിക്കണം എല്ലാവരും. അതെന്തുകൊണ്ടാണ്? അതാണ്, അങ്ങനെയാണ് സിസ്റ്റം. അല്ലാതെ നമുക്ക് വെറുപ്പുണ്ട്, ഞാൻ മറ്റേ രാജ്യത്തിൻ്റെ അങ്ങനെ പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ പൊന്നു മക്കളെ, ചോദ്യം ചോദിക്കുക തന്നെ വേണം. നിങ്ങളുടെ വീട്ടിന് വിള്ളലുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ചോദിക്കണം. കാരണം എന്താ പറയുക, അസുര ലാഭാന്നടോ. ഗേഡിങ്ങും കോൺട്രാക്ടർമാർ തിണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാ? എല്ലാവരും വലിയ വലിയ കാറിലല്ലേ യാത്ര ചെയ്യുന്നത്. അതന്നെ ചോരുന്ന വീട്, നമ്മളെ സൂപ്പർ സ്റ്റാറിൻ്റെ സെലിബ്രിറ്റീൻ്റെ. ബൈ ബൈ.